ജമ്മു കാശ്മീരിൽ പ്രാദേശിക ഭീകരർക്കെതിരെ വീണ്ടും നടപടിയുണ്ടായി. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ള 2 ഭീകരരുടെ വീടുകൾ തകർത്തു. പുൽവാമയിലെ മുറാനുള്ള അഹ്സാൻ ഉൽ ഹഖ് ഷെയ്ഖ്, കച്ചിപ്പോറയിലെ ഹാരിസ് അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് തകർത്തത്. ഭീകരർക്കായി ഇപ്പോഴും തിരച്ചിൽ ഊർജിതമാക്കി. തീവ്രവാദികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിർത്തിയിലടക്കം ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. പാകിസ്ഥാന്റെ പിടിയിലായ BSF ജവാൻ PK സിംഗിന്റെ മോചനത്തിനായുള്ള ഇടപെടലുകൾ തുടരുന്നു. അതിനിടെ ജമ്മു കാശ്മീരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുന്ന സൈന്യത്തിന്റെ പരിഗണനയിലുണ്ട്. ഇപ്പോൾ ശ്രീനഗറിൽ ക്യാമ്പ് ചെയ്യുന്ന ഹാഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുന്നു. അതുപോലെ സുരക്ഷാ ഓഡിറ്റിങ്ങിനെ കുറിച്ച് ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്നും റിപ്പോർട്ട് ചെയ്യും. അതുപോലെ വിനീത VG ഡൽഹിയിൽ നിന്നും ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേരും. പ്രത്യേകിച്ചും ബലൂചിസ്ഥാനിൽ നടന്ന ബലൂചിസ്ഥാൻ സ്ഫോടനത്തെക്കുറിച്ചായിരിക്കും വിനീത പറയുക. പാകിസ്ഥാന്റെ തലവേദനയായി ബലൂച്ച് ആർമി മാറിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം ആഷ്മിയിലേക്ക് ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ആഷ്മി, ശ്രീനഗറിലെത്തിയതിനു ശേഷം കാര്യങ്ങളൊക്കെ സുഖകരമായി പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെ ഞാൻ എൻകൗണ്ടർ പ്രൈമൊക്കെ കണ്ടിരുന്നു. എല്ലാം സുഖകരമായി സംപ്രേഷണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. ഒരുപാട് പരിമിതികൾ അവിടെ നിൽക്കുമ്പോഴുണ്ട് എന്ന് എനിക്കറിയാം. എന്തായാലും സംഭവം നന്നായി പോയി എന്നുള്ളത് ആശ്വാസകരമായ കാര്യം. ഈ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷം, തീവ്രവാദികളുടെ ആക്രമണത്തിന് ശേഷം ശ്രീനഗർ ശാന്തമാകുന്നു എന്ന് ചോദിച്ചാൽ ആകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ശ്രീനഗറിൻ്റെ ആത്മാവിൽ ഉള്ളറകളിൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഉറപ്പായും എസ്കെ, അത് തന്നെയാണ്. ശ്രീനഗർ ശാന്തമാണോ ചോദിച്ചാൽ പൊതുവെ ശാന്തമാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ദാൽ തടാകത്തിന് മുന്നിലാണ്. പൊതുവെ ശാന്തമാണ്. പക്ഷേ ശ്രീനഗറിന്റെ ഉള്ളിൽ, ശ്രീനഗറിലെ പ്രദേശവാസികളുടെ മനസ്സിൽ, അല്ലെങ്കിൽ അവർ പ്രദേശവാസികൾ സംസാരിക്കുമ്പോൾ അവർ വലിയ രോഷത്തിലും വേദനയിലും സങ്കടത്തിലും ഒക്കെയാണ്. കാര്യം എസ്കെ, ഇവിടെ കശ്മീരിന്റെ പ്രധാന വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്ന് ടൂറിസമാണ്. ഒന്ന് എന്നുള്ളതല്ല, പ്രധാന വരുമാന മാർഗ്ഗം തന്നെ ടൂറിസമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ദാൽ തടാകത്തിലേക്കൊക്കെ ഈ സമയമാകുമ്പോഴേക്ക് തന്നെ ഷിക്കാരകൾ കയറാനൊക്കെ ഒരുപാട് വിനോദസഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നതാണ്. അവർ നേരത്തെ ബുക്ക് ചെയ്തവർ ബുക്കിംഗ് ക്യാൻസലാക്കി മടങ്ങിയതിലൊക്കെ ഇവിടുത്തെ വലിയ നിരാശയിലാണ്. ആ നിരാശ സ്വാഭാവികമായും പഹൽഗാം കൂട്ടക്കൊല നടത്തിയ പാകിസ്ഥാനോട്, അല്ലെങ്കിൽ ആ തീവ്രവാദികളോട് പാകിസ്ഥാനൊക്കെ ഉള്ള രോഷം, പാകിസ്ഥാൻ മുർദാബാദ് എന്ന മുദ്രാവാക്യം നമ്മൾ ഇന്നലെ അവിടെ നിൽക്കുമ്പോൾ ഒരുപാട് കേട്ടു. എസ്കെ, നമ്മൾ ഇന്നലെ ലാൽ ചൌക്കിൽ നിന്ന് ആ എൻകൗണ്ടർ ചെയ്യുന്നതിനിടയിൽ 3-4 പ്രതിഷേധങ്ങൾ തദ്ദേശ പാർട്ടികളുടെയും അല്ലാതെയും കോൺഗ്രസിന്റെ നമുക്ക് 3-4 പാർട്ടികളുടെ പ്രതിഷേധം നമ്മൾ കണ്ടു. അവിടെയൊക്കെ പാകിസ്ഥാനെതിരെ, പാകിസ്ഥാന്റെ പ്രത്യക്ഷ പങ്കിനെ കുറിച്ചും പരോക്ഷ പങ്കിനെ കുറിച്ചും ഒക്കെയുള്ള വലിയ മുദ്രാവാക്യങ്ങളും കാര്യങ്ങളും രോഷങ്ങളും ഒക്കെ ഉയരുന്ന കാഴ്ചകൾ നമ്മൾ ഇന്നലെ മുതൽ ശ്രീനഗറിൽ നിൽക്കുമ്പോൾ കാണുന്നുണ്ട്. എസ്കെ, എന്തായാലും ഇനി ഏറ്റവും പ്രധാനം പഹൽഗാം കൂട്ടക്കൊല, നാട് നടങ്ങിയ കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ ഈ തീവ്രവാദികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ, ഊർജിതമായ തെരച്ചിൽ വളരെ സജീവമായി തന്നെ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നു. സാധ്യമായ സകല മാർഗങ്ങളും അവരെ പിടികൂടുക, അതുവഴി കൊല്ലപ്പെട്ടവർക്ക് പ്രാഥമിക നീതി നൽകുക എന്നുള്ളത് അതിപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ സാധ്യമായ എല്ലാ വഴികൾ കൂടിയും ആ ഭീകരർക്കുള്ള തെരച്ചിൽ നടക്കുന്നു. അവരെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്കുള്ള ഇനാം പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ ഏതെങ്കിലും തരത്തിൽ ലീഡ് കിട്ടുമോ, ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ ഈ പ്രദേശവാസികളുടെ ഇടയിൽ നിന്ന് തന്നെ കിട്ടുമോ എന്നതിനെക്കുറിച്ചുള്ള ആകാംക്ഷാപൂർവമായ ചില പരിശോധനകൾ നടക്കുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ നമുക്കറിയാം പീർപ്പഞ്ചാല മലനിരകൾ അതിസങ്കീർണമായ മലനിരകളാണ്. അവിടെ ഉണ്ടോ എന്നതറിയാൻ പക്ഷേ ഈ ഡ്രോണും റഡാറും പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ മാത്രം കഴിയില്ല. അതുകൊണ്ട് ഫിസിക്കലായി തന്നെ ഓരോ പട്ടാളക്കാരനും ഓരോരോ മേഖലകളിൽ പോയി നേരിട്ട് തെരച്ചിൽ നടന്ന രീതിയിലുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നോ നാളെയോ അവരെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടും എന്നുള്ളത് തന്നെയാണ് സൈന്യത്തിന്റെ പ്രതീക്ഷ. അതിന് കാരണം ഈ പഹൽഗാം കൂട്ടങ്ങൾ ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഈ തീവ്രവാദികൾക്ക് ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടുന്നതിന് മുൻപ് തന്നെ ആ മേഖല സൈന്യം പൂർണ്ണമായി തന്നെ വളഞ്ഞതാണ്. അതുകൊണ്ട് അവർ ഈ മേഖല വിട്ടിരിക്കാൻ ഇടയില്ല എന്ന് തന്നെയാണ് നമ്മുടെ വിലയിരുത്തൽ, സൈന്യത്തിന്റെ വിലയിരുത്തൽ. ഏത് സമയവും ആ വാർത്ത ഒരുപക്ഷെ രാജ്യത്തിന് കേൾക്കാം. പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരായ തീവ്രവാദികളെ കണ്ടെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ പിടികൂടിയിരിക്കുന്നു എന്നുള്ള ഒരു നല്ല വാർത്ത ഏതു സമയം രാജ്യത്തിന് കേൾക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് കുറച്ചുകൂടി വലിയ അർത്ഥത്തിൽ ഏത് രീതിയിലുള്ള സൈനിക തിരിച്ചടിയാണ് വേണ്ടത് എന്നതിനെ കുറിച്ചുള്ള സജീവമായ ആലോചനകൾ സൈനിക വൃത്തങ്ങളിൽ, ഭരണവൃത്തങ്ങളിൽ നടക്കുന്നുണ്ട്. എന്നാൽ കരസേനാ മേധാവി ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അതിനെ കുറച്ചുകൂടി അല്പവിവരങ്ങൾ, ആ യോഗത്തിന്റെ വിവരങ്ങൾ അല്പസമയത്തിനെ കുറച്ചുകൂടി പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കരസേനാ മേധാവി അടക്കം ഇങ്ങോട്ടേക്ക് എത്തി ഏത് രീതിയിൽ സൈന്യത്തെ കൺസോളിഡേറ്റ് ചെയ്ത് തിരിച്ചടി നൽകാനുള്ള ആലോചനകളെ കുറിച്ചൊക്കെ കാര്യങ്ങൾ നടക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ ഇന്നലെ സൈനികാഭ്യാസം നടന്നിരുന്നു എസ്കേൻ. അപ്പോൾ സൈനികാഭ്യാസത്തിലൂടെ ഒരു മുന്നറിയിപ്പ് നൽകുന്നു, കൂടുതൽ സൈനിക വിന്യാസം അടക്കം ഉണ്ടാകുന്നു. കശ്മീരിന്റെ വിവിധ
കേന്ദ്രങ്ങൾ, ടൂറിസ്റ്റ് മേഖലകളിൽ സുരക്ഷാ ഓഡിറ്റിന്റെ വിവരങ്ങൾ അല്പസമയത്തിനകം അതിന്റെ വിവരങ്ങൾ ബൽറാം നൽകും. എന്തായാലും നമ്മൾ ഈ തീവ്രവാദികൾക്ക് അല്ലെങ്കിൽ രാജ്യം ഞെട്ടിയ ഈ ആക്ട് കാണിച്ചവർക്കുള്ള അതിശക്തമായ മറുപടി നൽകുന്നതിനോടൊപ്പം തന്നെ അവിടെ ഉണ്ടായ സുരക്ഷാ വീഴ്ചകളെ കുറിച്ചും പ്രാഥമികമായ ചില വിലയിരുത്തലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിൽ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം നൽകാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. രണ്ടാം ഘട്ടത്തിൽ നയതന്ത്രമായി നൽകേണ്ട കൂടുതൽ തിരിച്ചടികളെ കുറിച്ചുള്ള ആലോചന നടക്കുന്നുണ്ട്. നമ്മൾ ഇതിനോടകം തന്നെ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ ചെറുതല്ല. നമുക്കറിയാം, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം പ്രധാനമായും അവരുടെ സമ്പദ് വ്യവസ്ഥ കാർഷിക വൃത്തി അധിഷ്ഠിതമായ രാജ്യമാണ്. അവിടെ ഈ കരാർ റദ്ദാക്കൽ ഉണ്ടാക്കുന്ന അതിഭീകരമായ ഷോക്ക് അവരുടെ നേതാക്കൾക്കിടെ അസ്വസ്ഥതകൾ വാക്കുകളെ പുറത്തേക്ക് വരുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഇത് ഒരു യുദ്ധപ്രഖ്യാപനത്തെ കണക്കാക്കുമെന്നൊക്കെ പറയുന്നതിലൂടെ തന്നെ ഏത് രീതിയിലാണ് അവരെ അത് ബാധിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മേഖലകളിലേക്ക് നമ്മുടെ ഈ കരാർ നിലനിൽക്കുമ്പോൾ തന്നെ വേനൽ അല്ലെങ്കിൽ വരൾച്ച നിലനിൽക്കുന്ന ആ മേഖലകൾ കരാറിൽ രാജ്യം പിന്നോട്ടേക്ക് പോകുമ്പോൾ കരാർ റദ്ദാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഭീകരമാണ്. അപ്പോൾ സ്വാഭാവികമായും അധികം വൈകാതെ തന്നെ അവിടുത്തെ കർഷകരായ പാകിസ്ഥാനി ജനത സർക്കാരിനെതിരെ തെരുവിലിറങ്ങും എന്ന ഭീതി അവർക്കുണ്ട്. അങ്ങനെ ഇറങ്ങാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം അവരുടെയൊക്കെ പ്രധാന വരുമാന മാർഗം, പ്രധാന അന്നം എന്ന് പറയുന്നത് കൃഷിയാണ്. ആ കൃഷി മുടങ്ങുന്നു എന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പാക് ജനത തന്നെ പാകിസ്ഥാൻ സർക്കാരിനെതിരെ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യത്തെ പാക് ഭരണകൂടം മുന്നിൽ കാണുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞു, ബലൂചിസ്ഥാനിൽ 10 പാക് പട്ടാളക്കാരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സ് വധിക്കുന്ന കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടു. അതിനു മുമ്പാണ് തീവണ്ടി തട്ടിക്കൊണ്ടുപോയതും 60ഓളം മരണങ്ങൾ അവിടെ ഉണ്ടായത്. അപ്പോ അല്ലെങ്കിൽ തന്നെ ആ മേഖല അസ്വസ്ഥമാണ്. അതിന്റെ കൂടെ നമ്മൾ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഏത് രീതിയിലാണ് ആ ജനതക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നത് എന്നുള്ളത് പാക് സർക്കാരിന്റെ വലിയ തലവേദനയെ മാറുന്നുണ്ട്. മാത്രമല്ല, പാകിസ്ഥാൻ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രകോപനങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ആ തീവ്രവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിച്ച വിദേശകാര്യ മന്ത്രാലയയുടെ പ്രസ്താവന നമ്മൾ കേട്ടു. അത് പിന്നാലെ ഇന്ത്യ വെറുതെ പറയുകയാണ് ഇത് ഇന്ത്യയുടെ ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ആണ് എന്നത് നിരന്തരം അവരുടെ നേതാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനെ ചെറുക്കുക എന്നുള്ളത് നമുക്ക് പ്രധാനമാണ്. അതുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിവിധ ലോകരാജ്യങ്ങളിലെ അവിടുത്തെ ഉന്നത വിദേശകാര്യ വക്താക്കളുമായൊക്കെ നമ്മുടെ പക്കലുള്ള തെളിവ് ബോധ്യപ്പെടുത്തൽ അതിനിർണായകമാണ്. അത് വളരെ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഭരണതലത്തിൽ മറ്റു രാഷ്ട്ര തലവന്മാരുമായി മറ്റു രാഷ്ട്ര നേതാക്കളുമായിട്ടൊക്കെ ഇതിന് പിന്നിൽ പാകിസ്ഥാന്റെ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നത് ആവശ്യം നമ്മുടെ കയ്യിലുള്ള തെളിവുകൾ വെച്ച് ബോധ്യപ്പെടുത്തുന്നു. അത് പ്രധാനമായും 3 തെളിവുകൾ. ആദ്യം ടെക്നിക്കൽ സാങ്കേതികമായ തെളിവുകളുണ്ട്. അതിനുശേഷം ഇവരുടെ നേതാക്കളുടെ പ്രതികരണങ്ങൾ, പാക് പട്ടാള മേധാവി ദിവസങ്ങൾക്ക് മാത്രം മുൻപ് നടത്തിയ ഇന്ത്യ വിരുദ്ധ അല്ലെങ്കിൽ കാശ്മീരുമായി ബന്ധപ്പെട്ട് കാശ്മീർ അവരുടെ ശിരസിലെ ഞരമ്പാണ് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ജുഗുലാർ വെയിനാണ് എന്ന് തുടങ്ങിയ പാക് പട്ടാള മേധാവിയുടെ പ്രസ്താവനകൾ, അതിനെ തുടർന്ന് കശ്മീർ പിടിക്കും തുടങ്ങിയ പാക് ഭീകരവാദ നേതാക്കളുടെ പ്രസ്താവനകളൊക്കെ വെച്ചുകൊണ്ട് ഇതിന് പിന്നിൽ പാകിസ്ഥാന്റെ വളരെ പ്രത്യക്ഷമായ പങ്കിനെ കുറിച്ചുള്ള തെളിവുകൾ നിരത്തുന്ന ഒരു എക്സസൈസ് കൂടി ഇതിനോടകം നടക്കുന്നുണ്ട്. നമുക്ക് ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇതിനോടകം തന്നെ ഉണ്ട്. ആ പിന്തുണ കുറച്ചുകൂടി ശക്തമായി ഊട്ടിയുറപ്പിക്കാനുള്ള നയതന്ത്ര തലത്തിലെ ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ പഹൽഗാം, അങ്ങനെ നാട് നടുങ്ങിയ നമ്മുടെയൊക്കെ ആഴത്തിൽ കണ്ണീരിലാഴ്ത്തിയ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ അതിന് കാരണക്കാരായ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിന് ഏതെല്ലാം തരത്തിൽ മറുപടി നൽകാൻ കഴിയുമോ അതിൽ ഒക്കെ പരമാവധിയിൽ രാജ്യം ആലോചിക്കുന്നു. എപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും നീതി പുലർന്നു എന്ന ബോധ്യമുണ്ടാകണമെങ്കിൽ ഒരു ശക്തമായ സൈനിക നടപടി അനിവാര്യമാണ്. അപ്പോൾ സൈനിക നടപടി നമുക്ക് പുറത്തുനിന്ന് ഇന്ന സമയത്ത് എന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയില്ല. അത് പൂർണ്ണമായും സൈന്യത്തിന്റെ വിവേചനാധികാരമാണ്. അതിനുവേണ്ടി കൃത്യസമയം നോക്കി കൃത്യം പ്ലേസ് നോക്കി അതിൽ ഒരു ഉറപ്പായും ഒരു സർപ്രൈസ് ഫാക്ടർ ഉണ്ടാവണം. കാര്യം നിലച്ചിരിക്കാതെ അടിക്കുമ്പോഴാണ് അതിൽ കൂടുതൽ മാരകമായ ഇമ്പാക്ട് ഉണ്ടാവുക. പരമാവധി ഇമ്പാക്റ്റിൽ നൽകാവുന്ന സൈനിക നടപടിയെക്കുറിച്ചുള്ള ആലോചനകളും വളരെ സജീവമായി തന്നെ നടക്കുന്നു. നമ്മൾ ശ്രീനഗറിൽ നിൽക്കുമ്പോൾ ശ്രീനഗറിലെ പ്രദേശവാസികളുടെ ഒരുപക്ഷെ ഇന്നേ വരെ ഇല്ലാത്ത വിധമുള്ള അതിഭീകരമായ പാക് വിരുദ്ധ പ്രകടനങ്ങൾ, പാക് വിരുദ്ധ രോഷങ്ങൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നു. അതിന് പ്രധാനം ഇത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ റോബസ്റ്റ് ആയിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ കൂടുതൽ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തി ഇവരുടെ ജീവിതം ഒന്ന് കരിപ്പിടിച്ച് നന്നായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെയൊക്കെ കടക്കൽ കത്തിവെക്കുന്ന ആ നീക്കത്തിനെതിരെ, അന്നം മുട്ടിക്കുന്ന നീക്കത്തിനെതിരെയൊക്കെയുള്ള വലിയ രോഷം ശ്രീനഗർ നിൽക്കുമ്പോൾ നമ്മൾ ഏത് ചായക്കടയിൽ പോയാലും ഓട്ടോക്കാരോട് സംസാരിച്ചാൽ ഇവിടെ ഷിക്കാർ ഓടിക്കുന്ന ആൾക്കാരോട് സംസാരിച്ചു. പക്ഷെ അവർ പരസ്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറാവുന്നില്ലെങ്കിൽ കൂടിയും അവരുടെ രോഷം വളരെ പ്രകടമായി തന്നെ കാണുന്നു. ഇവിടെ ഈ ഷിക്കാറുകൾ, ഈ ദാൽ തടാകത്തിൽ ഈ കാണുന്ന ഷിക്കാറുകൾ
ഓടിച്ച് അല്ലെങ്കിൽ വിനോദസഞ്ചാരികളെ കയറ്റി ഇതിന്റെ അങ്ങേ തലക്കിലേക്ക് എത്തി അവരെ തിരികെ കൊണ്ടുവരുന്നതൊക്കെയാണ് ഈ മേഖലയിലുള്ള ആൾക്കാരുടെ പ്രധാന വരുമാന മാർഗം. മാത്രമല്ല എസ്കൻ ഇവിടുത്തെ ഒരു ബാങ്കിംഗ് സമിതി പുറത്തുവച്ച റിപ്പോർട്ട് പറയാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഒരുപാട് പേർക്ക് ലോൺ നൽകിയിട്ടുണ്ട്. ആ ലോൺ പ്രധാനമായും വാഹനം വാങ്ങാൻ ലോണാണ്. ആ വാഹനം എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് വാഹനങ്ങളാണ്. വിനോദസഞ്ചാരികളെ കൊണ്ട് ഒരു സ്ഥലങ്ങളിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് പ്രധാന വരുമാന മാർഗമായിരിക്കുന്ന ദാൽ തടാകത്തിന്റെ ഈ കരയിലും ഒക്കെ ഉള്ളത്. ഒരുപാട് ആ വിനോദസഞ്ചാരികളുടെ വരവ് വല്ലാതെ നിന്നു എന്ന് തന്നെ അവർ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർ അവരുടെ ബുക്കിംഗ് ക്യാൻസൽ ആക്കാനും ഒക്കെ ഇന്നലെ ഒരു ഷിക്കാർകാരനോട് പറയുന്നുണ്ടായിരുന്നു സ്കാൻ. അപ്പോൾ അത്തരത്തിൽ എല്ലാ തലത്തിലും ഉയർന്നു വന്നിരുന്ന ഒരു സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാനമായും കഞ്ഞുകുടിച്ച് ജീവിക്കാനുള്ള അവസ്ഥയെ ഈ ഭീകരവാദികൾ ഇല്ലാതാക്കി. അതിന് കാരണം പാകിസ്ഥാനാണെങ്കിൽ പാകിസ്ഥാനെ ശിക്ഷിക്കൂ എന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ എൻകൗണ്ടർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രതികരണത്തിൽ വന്ന ഒരു ശ്രീനഗർ സ്വദേശി പറഞ്ഞത്, ആ തീവ്രവാദികളെ ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ അവരെ വി വിൽ കിൽ ദം എന്നാണ് ആ വാക്കാണ് അവർ ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെ വലിയ രോഷം ഈ പ്രദേശവാസികൾക്കിടയിലുണ്ട്. അങ്ങനെ ബഹുമുഖ തലത്തിൽ സൈനികമായും നയതന്ത്രപരമായും ഏതൊക്കെ തലത്തിൽ ആ കാടൻ അല്ലെങ്കിൽ ആ ക്രൂരൻ നീക്കത്തിന് രാജ്യം മറുപടി നൽകാൻ കഴിയുമോ അതിനുവേണ്ടി ഒക്കെയുള്ള ചർച്ചകൾ പല തലങ്ങളിൽ സജീവമായി തന്നെ നടക്കുന്ന മണിക്കൂറുകൾ തന്നെയാണ്. എസ് കെ ആഷ്മി താജ് ഇബ്രാഹിമാണ് ശ്രീനഗറിൽ നിന്ന് നമുക്കൊപ്പം റിപ്പോർട്ട് ചെയ്ത്. ആഷ്മി താജ് ഇബ്രാഹിമിൻ്റെ നേതൃത്വത്തിലുള്ള വാർത്താ സംഘം ബൽറാം നെടുങ്കാടി ഉൾപ്പെടെ അവിടെ വാർത്താ സംഘം തുടരുകയാണ്. ഈ പഹൽഗാം കൂട്ടക്കൊലയ്ക്കും തീവ്രവാദി ആക്രമണത്തിനും ശേഷം അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനും കാശ്മീരി ജനതയുടെ ഹൃദയ താളങ്ങൾ ഒപ്പിയെടുക്കാനുമാണ് ആഷ്മി താജ് ഇബ്രാഹിം അവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത്.